ഹലോ ഗായ്സ്, എന്താ എല്ലാവരും വർത്താനം? സുഖമാണോ? ഇത് ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ ഒരുക്കത്തിലാണ്. അപ്പം ഞാൻ ഇന്നിടാൻ പോകുന്ന ഡ്രസ്സാണ് ഇത്. എൻ്റെ ഒന്നല്ല, മാമിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഊറ്റാണ് ഇടാൻ. അപ്പോൾ ആബിസിന് ബെൽറ്റൊക്കെ കെട്ടി കൊടുക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. ആദിഫ് ഷെറ്റൊക്കെ ഇട്ടിട്ട് ബെൽറ്റൊക്കെ ഇടും, പക്ഷേ ഒന്നും ശരിയാവണില്ലായിരുന്നു. ഇപ്പോൾ ഇതാക്കണത് ശരിയായി. ഓന് ഒരുങ്ങി ഇറങ്ങി, ആദിഫ് ഒരുങ്ങി ഇറങ്ങി. പിന്നെ എൻ്റെ ഒരു ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കാറ് കയറാൻ പോവാണ്. അതിൻ്റെ ഒരു പൊലിവാണത്. കാറ് കയറിയിട്ടില്ല, ഓരോന്നാണെങ്കിൽ കാണുന്നത് ഫുള്ള്. ആദിഫിൻ്റെ തൊള്ള മാത്രമേ കാണുന്നുള്ളൂ, ഇന്നൊന്നും കാണുന്നതന്നെയല്ല. ആദിഫ് എടുത്തുകൊണ്ടാണ് ആദിഫിൻ്റെ ചിരിയും ആദിഫ് കാട്ടിക്കൂട്ടിന മാത്രമേ കാണുന്നുള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ ഓടിച്ചേർത്തിലെത്തി. എൻ്റെ ഒരു കസിനായിട്ട് വരും. ഇപ്പപ്പാൻ്റെ അനിയൻ്റെ കുട്ടീൻ്റെ കല്യാണമായിരുന്നു. ഞങ്ങൾ ആദ്യം ഇതന്നെ ഓഡിറ്റോറിയം വിചാരിച്ചു. ഇതൊരു വീട് പോലെ, ഒരു പഴയ കാലത്തെ വീട് പോലെ ഞങ്ങൾക്ക് ഒരു ഫീല്, ഓടൊക്കെ ഇട്ട് അങ്ങനെ ഒരു ഫീല് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പം ആൾക്കാരൊന്നും അധികം കാണുന്നില്ല. പിന്നെ ചെന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി. പപ്പായ ഉണ്ടായിരുന്നു, ഗ്രേപ്സും ഉണ്ടായിരുന്നു. ഞാനൊരു ഗ്രേപ്സ് എടുത്തു കേട്ടോ. ഓഡിറ്റോറിയത്തിൽ കയറിയപ്പം ആരും കാണാനില്ല, ആരില്ല, പെണ്ണില്ല, ചെക്കനില്ല. ഞങ്ങൾ വിചാരിച്ചു നാളെയാണ് കല്യാണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആരും കാണാനില്ല. ഫുൾ എംപ്റ്റി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. 2-3 ആൾക്കാർ മാത്രം അവിടെ ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ലാതെ ആരെയും കല്യാണത്തിന് കാണാനില്ല. പിന്നെ ആബിസിൻ്റെ ആരുമില്ലല്ലോ, ആബിസിൻ്റെ ഓരോരോ പൊലിവാണി കാണുന്നത് ഫുള്ള്. പിന്നെയാണ് നമ്മൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും എൻട്രി. നമ്മൾ പിടിച്ചിന സാധനം കുറച്ച് ചെറുതായിരുന്നു. അവിടെ ചെക്കന് നിൽക്കാൻ സ്ഥലമല്ല, പെണ്ണിന് നിൽക്കാൻ സ്ഥലമല്ല, ഈ പിടിച്ചിന ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്ഥലമല്ല. അപ്പോൾ ചെക്കനാണത് ആ സെൻറ്ററിൽ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാം. നമ്മൾ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഓഫ് ഫുഡ് കഴിക്കാൻ പോവാണ്. ആദ്യം ബിരിയാണി എടുത്തിട്ട് ഞാൻ ബീഫ് ബിരിയാണിയായിരുന്നു. അത് തിന്നണാണ് ഈ കാണുന്നത്. ആക്രാന്തം മൂലം തിന്നണാണ്. പിന്നെ സുർബിയാനായിരുന്നു എടുത്ത്. പിന്നെ അവിടെ എന്താ കുറേ ചായ ഉണ്ടായിരുന്നു, പൈനാപ്പിൾ ചായ, അങ്ങനെ കുറേ ചായകൾ ഉണ്ടായിരുന്നു. പിന്നെ എല്ലായിടത്തും കാണുന്നത് മഞ്ഞ ജിലേബിയായിരുന്നു, ഇവിടെ കാണുന്നത് ഓറഞ്ച് ജിലേബിയാണ്. പിന്നെ ഞാൻ പൈനാപ്പിൾ ചായ എടുത്തു. പിന്നെ അവിടെ പോസ്റ്റ് ചെയ്യുന്നു. പെണ്ണിൻ്റെ ചെക്കൻ്റെയും ഫോട്ടോ എടുക്കലൊക്കെ നോക്കിക്കാണ്. ആ പെണ്ണിനാണ് നിന്ന് പോവാൻ തന്നെ വെയ്ക്കണില്ലായിരുന്നു. സംഭവിച്ചാൽ ഓക്ക് ഉടുപ്പുകൊണ്ട് ആരും പിടിച്ചെടുക്കാൻ നടക്കില്ല. പിന്നെ ഒരു ക്യൂട്ട് കുട്ടീനെ കണ്ടു, നല്ല രസമുള്ള ഒരു ക്യൂട്ട് കുട്ടിയായിരുന്നു. പിന്നെ അവിടെ ഡാൻസും പരിപാടി ഇങ്ങനെ ഇറക്കിയിരുന്നു. പിന്നെ ഞാനിതാ പെരിയിലെത്തി. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ